നമസ്കാരം. ഗൂഗിൾ I/O 25-ൽ അവതരിപ്പിച്ച പുതിയ AI വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഗൂഗിൾ ഇവന്റിന്റെ ട്രാൻസ്ക്രിപ്റ്റ് നോക്കിയിട്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മളെയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ചുരുക്കത്തിൽ AI ലോകത്ത് ഗൂഗിൾ എങ്ങോട്ടാണ് പോകുന്നത്, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശരിയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സംഭവം ഇതാണ്. ജെമിനി എന്ന അവരുടെ AI മോഡലുണ്ടല്ലോ, അത് മിക്കവാറും എല്ലാ ഗൂഗിൾ സേവനങ്ങളിലേക്കും വളരെ വേഗത്തിൽ അവർ കൊണ്ടുവരികയാണ്. സുന്ദർ പിച്ചൈ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഫീൽഡിലെ മാറ്റങ്ങളുടെ സ്പീഡ് അത് അവിശ്വസനീയമാണ്. തീർച്ചയായും ആ സ്പീഡ് വളരെ പ്രകടമാണ്. പിന്നെ ഇവിടെ ജെമിനി 2.5 പ്രോയുടെ കാര്യം എടുത്തു പറയണം. ഇപ്പം മിക്ക കാര്യങ്ങളിലും അതാണ് മുന്നിൽ. അതിലേക്ക് ഈ ലേൺ LM, അതായത് എഡ്യൂക്കേഷൻ വിദഗ്ധരുമായി ചേർന്നുള്ള ആ മോഡൽ കൂടി ചേർത്തതോടെ പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് മോഡലായി അത് മാറിയെന്നത് വളരെ ശ്രദ്ധേയമാണ്. അതെ. ഇനി പുതിയ ഫീച്ചറുകളിലേക്ക് കടന്നാലോ? ജെമിനി 2.5 പ്രോയ്ക്ക് ഡീപ് തിങ്ക് എന്ന് പറയുന്ന ഒരു പുതിയ കഴിവ് വരുന്നുണ്ട്. ഇത് കൂടുതൽ കോംപ്ലക്സ് ആയ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു പടം കാണിച്ചിട്ട് അതിലെ ഒരു ജീവിയെപ്പറ്റി, ഒരു പങ്കോലിനെ പറ്റിയൊക്കെ വിശദീകരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഡിസൈൻ കാണിച്ചാൽ അതിൽ നിന്നൊരു വെബ് ആപ്പ് കോഡ് ചെയ്യാൻ ആവശ്യപ്പെടാം. ഇത് ശരിക്കും ഒരു വലിയ മാറ്റമല്ലേ? ശരിയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കാണേണ്ടതുണ്ട്. AI കൂടുതൽ നാച്ചുറലായിട്ട് നമ്മളോട് സംസാരിക്കുന്നു, ഇടപെടുന്നു, സങ്കീർണമായ ജോലികൾ അത് ഏറ്റെടുക്കുന്നു. ഈ ഡീപ് തിങ്ക് എന്നതൊരു ലോജിക്കൽ റീസണിങ്ങിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം കണക്കിലെടുത്ത് ഒരു തീരുമാനത്തിലെത്താനുള്ള കഴിവ്, അതാണ് പ്രധാനം. ഓക്കെ, മറ്റൊന്ന് ഏജന്റ് മോഡ്. ഇത് കേട്ടിട്ടൊരു പേഴ്സണൽ അസിസ്റ്റന്റ് പോലെ തോന്നുന്നുണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ AIയെ ഏൽപ്പിക്കാം. ഇപ്പോൾ ഓസ്റ്റിനിൽ ഒരു അപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. നിങ്ങൾക്കും 2 കൂട്ടുകാർക്കും ജെമിനിയോട് ബഡ്ജറ്റ് ഒരു $1200 വെച്ച് ഓരോരുത്തർക്കും, പിന്നെ വാഷർ ഡ്രയർ വേണമെന്നൊക്കെ പറഞ്ഞാൽ മതി. അത് ഓപ്ഷൻസ് തപ്പിത്തരും. അത് വളരെ പ്രാക്ടിക്കലായിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ ഇമെയിലും നോട്ടുമൊക്കെ നോക്കിയിട്ട് പണ്ട് യൂട്ടൈൽ പോയതിനെക്കുറിച്ച് ചോദിച്ച കൂട്ടുകാരന് മറുപടി എഴുതാൻ പറഞ്ഞാലേ, അതും നിങ്ങളുടെ സ്റ്റൈലില് സമയം ലാഭിക്കാൻ ഇത് വലിയൊരു ഹെൽപ്പാവും അല്ലേ? ശരിയാണ്. പക്ഷേ ഇതിനൊരു മറുവശമില്ലേ? നമ്മുടെ ഡേറ്റ ഇത്രയധികം AI ആക്സസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കൺട്രോള്, പ്രൈവസി, അതൊരു വിഷയമാവില്ലേ? തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. എപ്പോഴും ഈ സൗകര്യം കൂടുമ്പോൾ ഡേറ്റ എങ്ങനെ ഉപയോഗിക്കുന്നു, ആർക്കാണ് നിയന്ത്രണം എന്നുള്ള ചോദ്യങ്ങൾ വരും. അത് സ്വാഭാവികമാണ്. നമ്മുടെ ടെക്നോളജിയുമായുള്ള ബന്ധം തന്നെ ഇതൊന്നും മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. ശരി, ഇനി ഗൂഗിൾ സെർച്ചിലേക്ക് വരാം. അവിടെയും AI കാര്യമായിട്ട് ഇടപെടുന്നുണ്ട്. പുതിയ AI മോഡ് എന്നൊന്നുണ്ട്. കുറച്ചുകൂടി സങ്കീർണമായ ചോദ്യങ്ങൾക്ക് ഉത്തരം തരും. ഉദാഹരണത്തിന്, 2 സ്പോർട്സ് താരങ്ങളുടെ പെർഫോമൻസ് താരതമ്യം ചെയ്ത് ഒരു ഗ്രാഫ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് ചെയ്യും. ഷോപ്പിംഗ് എളുപ്പമാവും. നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് കണ്ടെത്താനും ഡ്രസ്സൊക്കെ വേർച്വലായി ഇട്ടുനോക്കാനും പറ്റും. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ അതും നേരിട്ട് ചെയ്യാൻ സഹായിക്കും. അതെ, അവിടെയാണ് ഗൂഗിൾ സെർച്ചിന്റെ ഒരു സ്വഭാവം മാറുന്നത്. വെറും ഇൻഫർമേഷൻ തരുന്നൊരു ടൂൾ എന്നതിനപ്പുറം കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും നിങ്ങൾക്കായി ചില ജോലികൾ ചെയ്യാനും കഴിവുള്ള ഒരു ബുദ്ധിമാനായ പാർട്ട്ണറായിട്ട് സെർച്ച് മാറുകയാണ്. ശരിക്കും സെർച്ച് എന്ന ഐഡിയ തന്നെ മാറുന്നു. കൊള്ളാം. വീഡിയോ ഉണ്ടാക്കുന്ന കാര്യത്തിലുമുണ്ട് മുന്നേറ്റം. Veo 3 നല്ല ഹൈ ക്വാളിറ്റി വീഡിയോയും അതിന് ചേർന്ന സൗണ്ട്സും, എന്തിനേറെ പറയുന്നു, സംഭാഷണം വരെ ഉണ്ടാക്കാൻ ഇതിന് പറ്റും. ഡെമോയിൽ ഒരു പന്ത് ചാടുന്നതിനെക്കുറിച്ച് AI തന്നെ സംസാരിക്കുന്ന കേട്ടു. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സിന്ത് ID, അതായത് AI ഉണ്ടാക്കിയ കണ്ടന്റ് തിരിച്ചറിയാനുള്ള ടെക്നോളജി. അതും അവർ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കാരണം AI ഉണ്ടാക്കുന്ന ഫോട്ടോയും വീഡിയോയും കൂടുമ്പോൾ ഏതാണ് ഒറിജിനൽ, ഏതാണ് അല്ലാത്തത് എന്നറിയേണ്ടത് അത് വളരെ അത്യാവശ്യമായി വരും. അപ്പോൾ Veo 3 ഒക്കെ ക്രിയേറ്റിവിറ്റി കൂട്ടുമെങ്കിലും സിന്ത് ID വിശ്വാസം ഉറപ്പാക്കും. ശരിയാണ്. അവസാനമായിട്ട് ആൻഡ്രോയിഡ് XR പ്ലാറ്റ്ഫോം. ഇത് നമ്മുടെ AI അസിസ്റ്റന്റിനെ ഗ്ലാസുകളിലേക്ക് കൊണ്ടുവരുന്നു. ഡെമോയിൽ കണ്ടില്ലേ, ഗ്ലാസിലൂടെ കാണുന്ന കാര്യത്തെപ്പറ്റി ചോദിക്കാം. ഒരു കോഫി ഷോപ്പിന്റെ പേര് ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഗ്ലാസിനോട് ചോദിക്കാം. അല്ലെങ്കിൽ നടന്നു പോകാനുള്ള വഴി ഗ്ലാസിൽ തന്നെ തെളിഞ്ഞുവരും. ജെന്റിൽ മോൺസ്റ്റർ, വാർബി പാർക്കർ പോലെയുള്ള ബ്രാൻഡുകൾ ഈ പ്ലാറ്റ്ഫോമിൽ ഗ്ലാസ് ഇറക്കുമെന്നും പറയുന്നുണ്ട്.
ഇത് ഓഗ്മെന്റഡ് റിയാലിറ്റിയും AI-യും ഒരുമിച്ച് നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമാവുന്നതിന്റെ ഒരു സൂചനയാണല്ലേ? അപ്പോ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവയ്ക്കട്ടെ. നിങ്ങൾക്കായി നിങ്ങളുടെ എഴുത്തിന്റെ സ്റ്റൈൽ കോപ്പി ചെയ്യാനും നിങ്ങൾക്കായി സങ്കീർണമായ ജോലികൾ ചെയ്തു തീർക്കാനും എന്തിന് ഒറിജിനൽ എന്നു തോന്നുന്ന വീഡിയോയും ശബ്ദവും വരെ ഉണ്ടാക്കാനും AI-ക്ക് കഴിയും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം കാര്യങ്ങൾ AI-ക്ക് വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാവും? വ്യക്തിപരമായി നിങ്ങൾ എവിടെയായിരിക്കും ആ ഒരു ലൈൻ വരയ്ക്കുക? അതൊന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്.